അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ ഒരു വീഡിയോ കാണാനിടയായി. കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയിൽ പുതുതായി നിർമ്മിച്ച ഒരു മസ്ജിദിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന സെക്രട്ടറി ടി.കെ. അഷ്റഫ് സാഹിബ് ഇട്ട ഒരു പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ട് ഡോക്ടർ അനിൽ മുഹമ്മദ് നടത്തിയ ഒരു പരാമർശം. സലഫി മസ്ജിദിന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും എന്ന ടൈറ്റിൽ ഇറങ്ങിയ പോസ്റ്റർ പ്രദേശത്ത് വേണ്ട രീതിയിൽ പ്രചാരണം നടന്നില്ല എങ്കിൽ അത് വലിയ രീതിയിൽ പ്രചാരണമാകാൻ കാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ അനിൽ മുഹമ്മദ്. അദ്ദേഹം നെഗറ്റീവ് കമന്റിലൂടെ അതിനെ നേരിടാൻ ശ്രമിച്ചെങ്കിലും അത് വലിയ രീതിയിൽ പബ്ലിസിറ്റി ഉണ്ടാക്കി സംഘാടകർക്ക് അത് വലിയ ഉപകാരമായി മാറുകയും ചെയ്തു. അവരുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില പോസ്റ്റുകളൊക്കെ എഡിറ്റ് ചെയ്ത ആള് ഞാനാണ്. അതിന്റെ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അതിന്റെ സംഘാടകരിൽപ്പെട്ട ഒരാൾ ഞാനുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അനിൽ മുഹമ്മദ് ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഷെയർ ചെയ്ത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ചയാകും. ആളുകൾക്കിടയിൽ അത് വലിയ രീതിയിലുള്ള പബ്ലിസിറ്റിക്ക് കാരണമായി തീരുകയും ചെയ്യും. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പബ്ലിസിറ്റി ആയി കിട്ടിയതിൽ അനിൽ മുഹമ്മദിനോട് വലിയ രീതിയിൽ സന്തോഷം അറിയിക്കുകയാണ്. എന്നാൽ അതിനുശേഷവും ഡോക്ടർ അനിൽ മുഹമ്മദ് വീണ്ടും പോസ്റ്റ് ഇടുകയും അതിലൂടെ പലതും പറഞ്ഞു വെക്കുകയും പിന്നീട് വീഡിയോ രൂപത്തിൽ വരികയും അതിലൂടെയും പലതും പറഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംസാരം കേട്ടപ്പോൾ ചെറിയ രീതിയിൽ ഒരു പ്രതികരണം നടത്തണമെന്ന് തോന്നി. നമ്മുടെ നാട്ടിൽ പള്ളികൾ പോലും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഒരാൾ എന്നെ സമീപിച്ചാൽ അടിയന്തരമായി അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കേണ്ട, വലിയ പള്ളിയൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ സൗകര്യം ഉണ്ടാക്കേണ്ട ഒരു 10 സ്ഥലങ്ങളെങ്കിലും ഉണ്ട്. നമ്മുടെ ഇതിനുള്ള കാശും സംഗതിയൊന്നുമില്ല. ആ സ്ഥലങ്ങളിൽ ഒന്നും ചെയ്യാതെ ഇവരുടെ അഭ്യാസം മുഴുവൻ നടത്തുന്ന ആരുടെ മേലാ? ഈ പള്ളി പോകുന്നവരുടെ മേലാ. അനിൽ മുഹമ്മദ് സാറേ, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിങ്ങൾ പരിഹാസ രൂപത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായി ധാരണയില്ല. ഇപ്പോൾ സമസ്തയുടെ അണ്ടറിലുള്ള പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. പക്ഷെ സമസ്തയുടെ അണ്ടറിലുള്ള ചില പള്ളികളുണ്ട്, അതേപോലെ സെലഫികളുടെ അണ്ടറിലുള്ള ചില പള്ളികളുണ്ട്, അതുപോലെ മറ്റ് സംഘടനക്കാരുടെ അണ്ടറിലുള്ള പള്ളികളുണ്ട്. ആ പള്ളികളൊക്കെ ആ സംഘടന വെച്ച് പുലർത്തുന്ന ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും അവിടെ നടക്കുക. ഉദാഹരണത്തിന് സമസ്തക്കാർ ബുറുദ ചെല്ലുന്ന ആളുകളാണ്. ആ പള്ളികളിൽ ആ ബുറുദ ചെല്ലുന്ന പരിപാടി ഉണ്ടാകും. സമസ്തക്കാർ മൗലീദ് പാരായണം നടത്തുന്നുണ്ട് പള്ളികളിൽ, ആ പരിപാടി അവിടെ നടക്കും. എന്നാൽ സെലഫി മസ്ജിദുകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല. ഇപ്പം ഒരു സെലഫി ആദർശം മനസ്സിലാക്കിയ ഒരാൾ അയാൾ സമസ്ത പള്ളിയിൽ പോകുമ്പോൾ അവിടെ വെച്ച് പള്ളിയിൽ നിന്ന് കേൾക്കുകയാണ് എന്ത്? ഇർതകബതു അലൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ ലാക അഷ്കൂ ഫിഹി യാ സയ്യിദി ഖൈറൻ നബി എന്നുള്ള വരികളിൽ മുസ്ലിയാക്കന്മാരൊക്കെ വട്ടത്തിലിരുന്ന് ചെല്ലുന്നത് കേൾക്കുകയാണ്. ഇങ്ങനെ ഒരു മജ്ലിസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ്. പിന്നീട് അവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് എന്നും അവിടെ വെച്ച് അള്ളാഹു അല്ലാത്ത ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും പുറത്തുനിന്നായാലും വിളിച്ചു പ്രാർത്ഥിക്കരുത്, പ്രത്യേകിച്ച് പള്ളിയിൽ നിന്നത് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ സെലഫികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല ബിദ്അത്തുകളും, കൂട്ടുപ്രാർത്ഥന, അതുപോലെ തന്നെ സുബഹിയിലെ കുനൂത്ത്, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ പറയുന്ന സമസ്ത പള്ളികളിൽ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ സത്യം അതനുസരിച്ച് എനിക്ക് ഇബാദത്ത് നടത്തുവാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടി നമ്മുടെ നാടിൽ കുറച്ച് ദൂരെയായിക്കൊണ്ട് ഒരു പള്ളി നിർമ്മിക്കുന്നു. അവിടെ വെച്ച് നമ്മൾ നിസ്കരിക്കുന്നു. മറ്റുള്ളവർക്ക് ഈ ആശയം അംഗീകരിക്കുന്ന ആളുകൾക്ക് അവിടെ വന്ന് നിസ്കരിക്കാം. അതുപോലെ തന്നെ മറ്റ് അനുബന്ധ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ എന്ത് തെറ്റാണുള്ളത്? അവിടെ നാട്ടിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ തൗഹീദി പ്രബോധനം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് പ്രബോധനം നടത്തുവാനും ഇന്ത്യയിൽ നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് പ്രബോധനം നടത്തുന്ന സെലഫികളുടെ സ്റ്റേജിലേക്ക് വരെ തലയിക്കെട്ട് കിട്ടിയ മുസ്ലിയാക്കന്മാർ വരുമ്പോൾ ഈ പറയുന്ന അനിൽ മുഹമ്മദിനൊന്നും ഒരു പ്രയാസവും കാണാറില്ല. അതുപോലെ തന്നെ അവിടെ ഒരു പ്രശ്നവും കാണാറില്ല. അതുപോലെ അവിടെയൊക്കെ അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ പറയും, എന്തിനാണ് നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത്? ഇവരുടെയൊക്കെ ധാരണ നിസ്കരിക്കുക, നോമ്പ് നോക്കുക, ഹജ്ജ് ചെയ്യുക, ഇങ്ങനെ കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ മതി എന്നുള്ളതാണ്. മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന ആളുകളുടെ പ്രബോധനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇവിടെ മാറിയത്. അവർക്കെന്തേ ഈ പറയുന്ന 5 വക്ത് നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് മിണ്ടാണ്ട് അവിടെ ഇരുന്നാൽ പോരെ? അവരെന്തിനാണ് ഈ ഭാഗത്തേക്ക് വന്നത്? ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വന്നത്, അതുപോലെ തന്നെ ലോകത്തിന്റെ പല ദിക്കുകളിലേക്കും അവർ പോയത് എന്തിന്റെ പേരിലാണ്? ഇസ്ലാമിക പ്രബോധനം നടത്തുവാൻ വേണ്ടിയാണ്. അത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും നടത്തുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കിയ സത്യം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ പല പ്രോഗ്രാമുകളും സംഘടിപ്പിക്കാറുണ്ട്. എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മിക്കുകയാണ്. ഇവിടെ ആർക്കും വിലക്കൊന്നുമില്ല. സഖാഫിമാർക്കും വരാം, അഹ്സനിമാർക്കും വരാം, ദാരിമിമാർക്കും വരാം, ആർക്കും വരാം, അവിടെ വരാം, നമസ്കരിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ സമസ്തക്കാർ ചില സ്ഥലങ്ങളിൽ ചെയ്യുന്ന പോലെ മുജാഹിദുകാരനോട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്നൊന്നും ഒരിക്കലും
ആര് പറയില്ല? സെലഫികൾ പറയില്ല. അവിടെ വന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി, അവിടെ വന്ന് അക്രമങ്ങൾ നടത്താതിരുന്നാൽ മാത്രം മതി. എന്റെ നാടിനടുത്തുള്ള, ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്, എന്റെ നാടിനടുത്തുള്ള ഒരു പ്രദേശത്തുള്ള പ്രായമായ ഒരു മനുഷ്യൻ, അദ്ദേഹം സെലഫിയായി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അദ്ദേഹത്തിന് പള്ളി വിലക്കാണ്, ആ മഹല്ലിൽ വിലക്കാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് എന്റെ നാട്ടിലേക്ക് എല്ലാ വക്തിലും നമസ്കരിക്കാൻ വേണ്ടി ബൈക്ക് എടുത്ത് വരികയാണ്. വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് അദ്ദേഹം എന്റെ നാട്ടിലേക്ക് വരികയാണ്. സുബഹിക്ക് പോലും അദ്ദേഹം വരികയാണ്. ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അനിൽ സാറേ. പള്ളിയുണ്ട്, സമസ്ത പള്ളിക്കരുവത്ത് വേറൊരു പള്ളി ഉണ്ടാക്കിയത് അവിടെ ഫിത്ന ഉണ്ടാക്കാനാന്ന് ആരെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ സംഭവമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. തൗഹീദി പ്രബോധനം, അതുപോലെ തന്നെ ആ പള്ളിക്കുള്ളിൽ നടക്കാൻ പോകുന്ന ഖുർആൻ ക്ലാസ്സാണ്, അനുബന്ധമായി നിരവധി പ്രബോധന പ്രവർത്തനങ്ങളാണ്. ലോകരക്ഷിതാവായ നമ്മുടെ റബ്ബിനെ കുറിച്ച് പഠിക്കാൻ, മഹാനായ നമ്മുടെ നേതാവിന്റെ റിസാലത്തിനെ കുറിച്ച് പഠിക്കാൻ, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ, ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് പഠിക്കാൻ, അതിനേക്കുള്ള അവസരങ്ങളാണ് അവിടെ ഒരുങ്ങുന്നത്. അതല്ലാതെ അവിടെ മാലപ്പാട്ടുകളും ബുറുദയും അതുപോലെയുള്ള സംഭവം ഒന്നുമല്ല അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അത് പ്രവർത്തിച്ച് കാണിക്കുന്ന ഒരു മസ്ജിദായി അവിടെ വരികയാണ്. അതൊക്കെ നിങ്ങളൊരു നെഗറ്റീവ് രൂപത്തിൽ കാണുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ വല്ലാത്ത ഒരു മാനസികാവസ്ഥ തന്നെയാണ്. അവരുടെ ഷിർക്കും അവരുടെ കുഫറുമാണ് വലിയ പ്രശ്നം. അനിസാറെ, ഷിർക്കും കുഫറൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. നരകവും സ്വർഗവും തീരുമാനിക്കുന്നത് ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ സമസ്തയുടെ ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയുന്നതെന്ന് അനിൽ മുഹമ്മദ് സാറിനോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ പല വിഷയങ്ങളിലും പലതും പറഞ്ഞു വെക്കുന്നുണ്ട്. മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആളുകളാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞാൽ അത് മുജാഹിദ് ലാനത്താണെന്ന് ഫേസ്ബുക്കിലൂടെ എഴുതി വെച്ച ആളുകളുണ്ട്. ഇബിലീസിന്റെ വാദമാണെന്ന് എഴുതിയും പറഞ്ഞും വെച്ച ആളുകളുണ്ട്. ഇതൊക്കെ സമസ്തയുടെ പണ്ഡിതന്മാരായൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ആശയം പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു പള്ളി നിർമ്മിക്കാൻ തോന്നിയതിൽ അതിന് നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാകേണ്ട ഒരു ആവശ്യവുമില്ല. അവിടെ മലയാളത്തിൽ കുത്തുബ കേൾക്കുന്നില്ല. സമസ്ത പള്ളിയിൽ മലയാളത്തിൽ കുത്തുബ കേൾക്കുന്നില്ല. മീൻചന്ത പ്രമേയത്തിന് ശേഷം സമസ്ത പള്ളികളിൽ മലയാളത്തിൽ ഖുത്ബ കേൾക്കാറില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഏതാനും സമയത്തിനുള്ളിൽ സമൂഹത്തിന് ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതാണല്ലോ ഖുത്ബ. പ്രവാചകന്റെ ഖുത്ബ ശ്രോതാക്കളായ ആളുകൾക്ക് മനസ്സിലാകാതെ പോയിട്ടില്ല. അങ്ങനെയുള്ള ഖുത്ബ അത് മുജാഹിദ് പള്ളിയിൽ നടക്കും, മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. കാരണം മുന്നിലിരിക്കുന്ന മലയാളികളായതുകൊണ്ട് ഖുർആൻ പാരായണം നടത്തി അതിനെ വിശദീകരിച്ചുകൊണ്ടും ഹദീസുകൾ ഉദ്ധരിച്ച് അതിനെ വിശദീകരിച്ചുകൊണ്ടുമൊക്കെ ജനങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകും. തായിരിക്കുന്നവർ അരയുറക്കത്തിലും അതുപോലെ തന്നെ പിന്നിലിരിക്കുന്നവർ സിനിമക്കഥകളടക്കം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം മുജാഹിദ് പള്ളികളിൽ കാണില്ല. അവിടെ ബാങ്ക് വേറെ ഭാഷ കേൾക്കുന്നില്ല, മറ്റേതെങ്കിലും ഇതെല്ലാം കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പുറത്ത് ചെയ്യുന്നത്. ബാങ്ക് വേറെ ഭാഷയിലൊന്നുമില്ല, അതൊക്കെ അറബി ഭാഷയിൽ തന്നെയാണ്. അതിന്റെ ലഫ്ലുകളൊന്നും ഒരിക്കലും മാറുന്നില്ല. പണ്ടെന്താണോ അത് തന്നെയാണ് ഇന്നും. ബാലൻസ് ഒപ്പിക്കാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വല്ലാത്ത കഷ്ടം തന്നെയാണ് അനിൽ മുഹമ്മദ് സാറേ. എന്നിട്ട് എന്താ അതിന്റെ രസം? എന്താണ് അതിന് അത്രമാത്രം രസമുള്ളത്? നമ്മളിപ്പോൾ ഒരു മഹല്ല് പള്ളിയിൽ ഇവിടത്തേക്ക് പോയാൽ, ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമയുടെ കീഴിലാണ് അധികം പള്ളികളും. ഇവിടെ പോയാൽ ഇവിടെ ഒരു വലിയ ആൾക്കൂട്ടം, വലിയൊരു പൂന്തോട്ടത്തിൽ വലിയൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ, വലിയൊരു ഗ്യാതറിങ്. ഇതിൽ നിന്ന് മാറി ഇത്രയേ ആളുകൾ നരകത്തിലാണെന്നും പറഞ്ഞ് സ്വർഗത്തിപ്പാനാണ് ഈ കൈക്കുടനയിൽ കോരുന്ന ആളുകൾ അത്രയും ഇതിൻ്റെ കീഴിൽ 250 മീറ്റർ അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ഇത് വെച്ചിട്ട് ഇവിടെ ചാമ്പി കൊടുക്കുന്നത്. അനിൽ മുഹമ്മദ് സാറെ, ഇങ്ങനെയൊക്കെ പരിഹസിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ആളുകളൊക്കെ സ്വർഗത്തിലാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിൽ, അതായത് ഷിർക്കും ഖുറാഫാത്തും ഒക്കെ പ്രചരിപ്പിച്ച് സത്യമെന്തെന്ന് അന്വേഷിക്കാതെ ഷിർക്കിലും ഖുറാഫാത്തിലും തന്നെ തുടരുകയും എന്നിട്ട് അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്ത ആളുകളൊക്കെ സ്വർഗത്തിലോട്ടാണ് എന്നുള്ള ധാരണയൊക്കെ ഉണ്ട് എങ്കിൽ ഇസ്ലാമിക വിശ്വാസം അങ്ങനെയല്ല. അതുകൊണ്ട് സമസ്തക്കാരൊക്കെ നരകത്തിലാണെന്നൊന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഷിർക്കും ഖുറാഫാത്തും ചെയ്യുന്ന ആളുകൾ, ബിദ്അത്ത് പരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ സ്വർഗത്തിൽ പോകുമെന്നൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതന്നെ വല്ല കാര്യമുണ്ടോ? ആ കാര്യമുണ്ട്, വെറുതെ ഒന്നല്ല. ഈ ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് വലിയ കാര്യമുള്ള കാര്യം തന്നെയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. വല്ല കാര്യമുണ്ട്? ഇത്രയും പേരെ സ്വർഗത്തിൽ പോകത്തോളെങ്കിൽ ഇത്രയും വലിയ സ്വർഗത്തിന്റെ ആവശ്യമുണ്ടോ? സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഉടമ അള്ളാഹുവാണ്. അവിടെ എത്ര പേർ പോകണം എത്ര പേർ പോകണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. അത് ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. സ്വർഗപ്രവേശനം സാധ്യമാകണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ട്, അത് നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു രീതിയുണ്ട്. ആ പ്രവാചകനിൽ നേരിട്ട് ദീൻ കേട്ടുപഠിച്ച സഹാബാക്കൾ വിശ്വസിച്ച ഒരു രീതിയുണ്ട്. ഉത്തമ തലമുറക്കാർ വിശ്വസിച്ചു പോന്ന ഒരു രീതിയുണ്ട്. അതാണല്ലോ യഥാർത്ഥ ദീനുൽ ഇസ്ലാം, അതാണല്ലോ യഥാർത്ഥ ഹക്കുൽ ഇസ്ലാം. അത് ഈ ഡോക്ടർ അനിൽ മുഹമ്മദ് സാറിനും ഷിർക്കും ഖുറാഫാത്തും പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർക്കും ഇതൊക്കെ തെറ്റാണ് എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന മുജാഹിദുകൾക്ക് ഇടയിലൊന്നും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമൊന്നുമില്ലല്ലോ.
ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സ്വയം പരിഹാസനാകുക എന്നതിനപ്പുറം വേറെ കാര്യമൊന്നുമില്ല. ഇവിടെ മുജാഹിദ് പള്ളി നിർമ്മിച്ചത് അത് മുജാഹിദുകൾ വെച്ച് പുലർത്തുന്ന ഒരു ആദർശമുണ്ട്. ആ ആദർശം അനുസരിച്ച് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയാണ്. അതിന് സമസ്ത പള്ളിയിൽ പോയാൽ സാധിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്റെ നാടിനടുത്തുള്ള ഒരു പ്രദേശത്ത് സമസ്തയുടെ പള്ളിയിൽ മുജാഹിദുകാരനായ പ്രായമുള്ള മനുഷ്യന് പെർമിഷൻ പോലും ഇല്ല. അവിടെ പള്ളിയിൽ കയറരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? കുറച്ച് ദൂരമുള്ള സ്ഥലത്ത് ബൈക്ക് എടുത്ത് വന്നുകൊണ്ട് അവിടെ നിന്ന് നിസ്കരിച്ച് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവിടെ ഇതേ ആശയമുള്ള ഒരു 5-6 ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് തോന്നുകയാണ് ചെറിയ രീതിയിൽ ഒരു പള്ളി അവിടെ നിർമ്മിക്കണം എന്ന് പറഞ്ഞ് അവരവിടെ ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ അനിൽ മുഹമ്മദ് സാർ എന്താണ് ഈ രീതിയിൽ തന്നെയാണല്ലോ പറയുക. വെറുതെ എന്തെങ്കിലും വിടുവായുത്തങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിൽ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് വിഷയങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സമസ്ത പള്ളി സമസ്തയുടെ ആദർശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. സെലഫി പള്ളി സെലഫികളുടെ ആദർശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇനി സെലഫികളും സമസ്തക്കാരും വെച്ചിരുന്ന ആദർശം ഏതാണ് എന്ന് അനിൽ മുഹമ്മദ് സാർ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും. വെറുതെ വീഡിയോ ഇടാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ച് പറയുന്നതിനപ്പുറം വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അനിൽ മുഹമ്മദ് സാറിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് വലിയ രീതിയിൽ ആ പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള പബ്ലിസിറ്റി നടന്നിട്ടുണ്ട് ആ പ്രദേശത്ത്. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.